ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കാനായിട്ട് കേരളത്തിൽ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണമാണല്ലോ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് 1 രൂപ പോലും കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും ആ പദ്ധതി വിഭാവന ചെയ്തത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസകരമായിട്ടൊരു പദ്ധതിയായിട്ടാണ്. കേരളത്തിലെ ഏകദേശം 69-70 ലക്ഷം കുടുംബങ്ങൾ വരും, ഗ്രാമീണ ഭവനങ്ങൾ. 17 ലക്ഷം കുടുംബങ്ങൾക്ക് കഴിഞ്ഞ 6 പതിറ്റാണ്ട് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞതാണ് ഈ 17 ലക്ഷം കുടുംബങ്ങളിലെ വെള്ളം. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 17 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 40 ലക്ഷത്തോളം അടുത്ത് വെള്ളം കൊടുക്കാൻ കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ചില പ്രധാനപ്പെട്ട കോമ്പണൻറ്റുകളെല്ലാം തീർക്കാൻ കിഫ്ബി ഫണ്ടിൻ്റെ വിനിയോഗം സാധ്യമായിട്ടുണ്ട്. ടാങ്കുകളുടെ നിർമ്മാണം, പ്ലാന്റിൻ്റെ നിർമ്മാണം, ചില സ്ഥലങ്ങളിൽ വിതരണ ശൃംഖലയ്ക്ക് ആവശ്യമായ നിർമ്മാണം, അതും കൂടി യോജിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ സാധ്യമായിട്ടുള്ളത്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും കിഫ്ബിയുടെ ധനസഹായം ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ലഭിച്ചു. എൻ്റെ ജില്ലയിലേക്ക്, എൻ്റെ മണ്ഡലത്തിലേക്ക് വന്നാൽ ഇപ്പോൾ മലയോര ഹൈവേയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നത്. കേരളത്തിൽ ഏകദേശം 1332 കിലോമീറ്റർ ദൂരം വരും മലയോര ഹൈവേയുടെ ദൈർഘ്യം. അതിൽ കട്ടപ്പന മുതൽ കുട്ടിക്കാനം വരെയുള്ള ഭാഗം ഏതാണ്ട് 40 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. അവിടെ ശ്രദ്ധേയമായി കണ്ടൊരു കാര്യം, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും അതോടൊപ്പം തന്നെ ബോളിവുഡ് താരമായ മിലൻ സോമൻ ഇവിടെ വന്ന് നടത്തിയ റൺ, ആ ഹിൽവേ റണ്ണിലുമൊക്കെ കണ്ടൊരു കാര്യം, ആയിരക്കണക്കിന് ആൾക്കാർ ഇത് കാണാനും ആസ്വദിക്കാനും എല്ലാമായിട്ട് അവിടെ എത്തിച്ചേർന്നു. നല്ല തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ മഞ്ഞ് വീണ് കിടക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ആ സാഹചര്യങ്ങളെല്ലാം അനുഭവവേദ്യമാക്കാൻ വിദേശ സ്വദേശ ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ ഈ റോഡിൻ്റെ നിലവാരത്തെക്കുറിച്ച് മിലൻ സോമൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും നിലവാരമുള്ള റോഡെന്ന് വിശേഷിപ്പിച്ചു. നഗ്നപാതനായിട്ടാണ് അദ്ദേഹം ഓടിയത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു കുളിർമയാണ്. ഇതൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സഹായകമായൊരു ഫണ്ടാണ് നമുക്കിന്ന് ലഭ്യമായത്. കട്ടപ്പന എന്നൊരാൾക്ക് തിരുവനന്തപുരം പോകേണ്ടിയിരുന്ന നേരത്തെ സമയം 6 മണിക്കൂർ 6.5 മണിക്കൂറായിരുന്നെങ്കിൽ ഇപ്പോൾ 3.5 മണിക്കൂറിൽ 4 മണിക്കൂറിനകമായി കട്ടപ്പന ചെല്ലാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലയിലും നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നതിനൊക്കെ ഉള്ള വലിയ ധനസഹായം. എൻ്റെ മണ്ഡലത്തിലാണെങ്കിൽ പ്രധാനപ്പെട്ട റോഡൊക്കെ BMBC നിലവാരത്തിലേക്ക് വന്നു. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ചേലച്ചൂർ വണ്ടപ്പുറം റോഡും അവിടെ നത്തുവേൽ അടിമാലി റോഡും. 55 കോടിയും 56 കോടിയും ഒക്കെ മുടക്കുന്ന വർക്കുകൾ നല്ല ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.